you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എൻ്റെ കർത്താവേ, ഞാൻ ഇനി പറഞ്ഞതൊക്കെ പോയി ആ കീരിപ്പെല്ലാം പോയി ലൂക്കയെടുത്ത് ചോദിക്കൂ. ചോദിച്ചാലും ലൂക്ക എന്നെ ഒന്നും പറയത്തില്ലായിരിക്കും. ഞാനല്ലേ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ അവൻ എന്നെ എങ്ങനെ പറയുന്നത്? എന്നാലും അവൻ ചോദിക്കോ? അവൻ ആ ചിരിച്ചുള്ള കള്ളപ്പൂച്ചയുടെ നോട്ടം കാണുമ്പോഴേ പേടിയാ. ചോദിക്കല്ലേ. എന്ത് ചോദിക്കുന്ന കാര്യവാ? വേണമെങ്കിൽ ചോദിക്കാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ, ചോദിച്ചതിന് വളരെ സന്തോഷം. പക്ഷെ എനിക്ക് തൻ്റെ സഹായം വേണ്ട. എനിക്ക് വല്ല അറിയണമെങ്കിൽ എനിക്കായിട്ട് എന്നെ പോയി കണ്ടുപിടിക്കറിയാം കേട്ടോ. ചോദിക്കാൻ വന്നേക്കുന്നു. നിക്ക്, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോലെ. ഞാൻ പറയുന്നോടെ കേക്ക്. അല്ല, നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? നീ എന്നെ മുമ്പ് കണ്ടിട്ടില്ല, ഞാനും നീയായിട്ട് യാതൊരു പരിചയമില്ല, പിന്നെ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഹലോ, അത് താനെന്നല്ല, ഇനി ആരായാലും ഞങ്ങളുടെ ഫാമിലി കാര്യത്തിൽ കയറി ഇടപെടാൻ വന്നാൽ ഞാൻ ദേഷ്യം കാണിക്കും. പിന്നെ എനിക്ക് തന്നെക്കാലം വിശ്വാസം, തന്നെ മുഖത്തൊക്കെ പറയാമല്ലോ, തൻ്റെ അനിയ അഭിജിത്തിനെ, ആ കാശീനെ. അവരെ കണ്ടറിയാം, പൈസയുടെ കഷ്ടപ്പാടുകൊണ്ട് അവരിതിൽ വന്നത്. ഭയങ്കര ഇന്നസെൻ്റാണ്. പക്ഷെ താൻ അങ്ങനെയല്ല. അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത തന്നോട് എനിക്കൊരു മണ്ണാക്കട്ടെ സംസാരിക്കില്ല. മാറിയില്ല അങ്ങോട്ട്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോലെ. നിനക്കില്ലായിരിക്കും, പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താണ് മോനെ, നിന്റെ വീറും വാശിയെ കണ്ടിട്ട് നിന്നിൽ ഒരു നിരാശ കാമുകന്റെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും തേച്ചാ നിന്നെ? അയ്യേ, തനിക്ക് എന്താടോ? ഒന്ന് പോടോ നിരാശാകാമുകൻ. മനുഷ്യനിവിടെ നേരെ നിൽക്കാൻ സമയമില്ല, അപ്പോഴല്ലേ നിരാശാകാമുകനാവാൻ സമയം. ഒന്ന് പോയടോ. ഇയാൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? മാറി ഇന്നേ, ഞാൻ പോട്ടെ. തൽക്കാലം ഇപ്പൊ മാറാൻ ഞാൻ സൗകര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിക്കാനുണ്ട്. അത് കേട്ടിട്ട് നീ പോയാൽ മതി. നിനക്ക് എന്നോടുള്ള ഈ വെറുപ്പുണ്ടല്ലോ, അതാ ഏറ്റവും കൂടുതലും എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്നത്. അതറിയോ നിനക്ക്? ആണോ? അയ്യോ, അറിയില്ല കേട്ടോ. ഏത് സിനിമയാമോ രാത്രി കണ്ടത്? വലിയ സാഹിത്യമായ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിന്നോടുള്ള വെറുപ്പാണ് പോലെ നിന്നിലേക്ക് അടുപ്പിക്കുന്നത്. ഏതോ ഒരു സിനിമ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സാധനം. എന്തായാലും അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ വേറെ ആരോടെങ്കിലും പോയി പറയാൻ നോക്ക് കേട്ടോ. എൻ്റെ അടുത്ത് അത് ഏറ്റില്ലെന്ന് നീ പറഞ്ഞാൽ മതിയോ? ഏക്കാത്തോണ്ടാണോ നീ ഇപ്പോഴും ഇവിടെ നിന്ന് എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് എൻ്റെ അടുത്ത് അത്രയും വെറുപ്പായിരുന്നെങ്കിൽ എപ്പോഴേ നീ എന്നെ തള്ളി മാറ്റിയിട്ട് ഇവിടെ നിന്ന് പോയേനെ. സോ നിനക്ക് എൻ്റെ അടുത്ത് ഇച്ചിരിയെങ്കിലും എന്നെ വിശ്വാസമുണ്ട്. അത് മാത്രമല്ലാണ്ട് ഇച്ചിരിയെങ്കിലും എൻ്റെ അടുത്ത് താല്പര്യമുണ്ട്. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ? ആഹാ, എന്ത് സുന്ദരമായ കണ്ടുപിടുത്തം. ഒന്ന് പോയടോ. താല്പര്യമുണ്ട് പോലും. എടോ, എനിക്ക് മാനേജ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നത്, താൻ പറയുന്ന കേട്ടുകൊണ്ട്. ഇല്ലെങ്കിൽ ലൂക്കയാണ് എൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എപ്പോഴേ ഇടിച്ച് തള്ളിയിട്ടിട്ട് പോയേനെ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം അടുത്ത ഇത്രയും നേരം പറഞ്ഞു ഞാൻ കേട്ടത്. ഇനി എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ പോലെ നിക്ക്. ഓ, തനിക്ക് എന്താടോ വേണ്ടേ? താനിപ്പോൾ എന്തിനാ പിടിച്ച് നിർത്തി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? കാര്യം പറ. ഞാൻ സമാധാനത്തിനല്ലേ തന്നോട് സംസാരിക്കുന്നത്. എന്താ തനിക്ക് വേണ്ടേ? നീ സമാധാനത്തിലെങ്കിലും പിന്നെ ഞാനാണ് കടിച്ചു കയറാൻ വന്നേ. ഞാൻ സമാധാനത്തിലല്ലേ നിന്റെ അടുത്ത് വന്നേ. കാര്യം എനിക്കെന്താ വേണ്ടേ? എനിക്ക് നിന്നെ വേണ്ടേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഒരു നിർണായക നിമിഷത്തിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. നിന്റെ ചിരി, എന്റെ മോനെ, ചീത്ത പറയാനാണെങ്കിലും നീ ആ വാ തുറന്നല്ലോ, അപ്പ തുടങ്ങിയതാ. നിന്നെ തപ്പിക്കോണ്ട് നടക്കായിരുന്നു ഇത്ര നേരം. ഇപ്പോഴാ കണ്ടുകിട്ടിയേ. എനിക്ക് ലവിലും മണ്ണാങ്കട്ടൊന്നും വിശ്വാസമൊന്നുമില്ല. ഇതുവരെ എനിക്ക് ആരോടും അങ്ങനെ ആ സാധനം തോന്നിയിട്ടുമില്ല. ഫാമിലി ഇഷ്യൂസ്, പിന്നെ അനിയൻ മിണ്ടത്തില്ല, വീട്ടിലെ പ്രശ്നം, അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്ക് ഒരാളോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നി. അതുപോലെ പെണ്ണിനോടായിരുന്നെങ്കിലും വേണ്ടില്ല. അത് മാത്രമല്ല എനിക്ക് സങ്കടം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ആണോ? വളരെയധികം സന്തോഷകരമായ ന്യൂസാണ് എൻ്റെ പൊന്നു മോനെ അഭിറാമേ. അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടേ? നിനക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയെങ്കിൽ ആ തോന്നിയ ആളോ, നീ എന്താ പറഞ്ഞേ? എന്നോട് നിനക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നടക്കണ കാര്യമല്ല വന്ന് പറക്കട്ടോ. ഞാൻ കെട്ടണമെങ്കിൽ പെണ്ണിനെ കിട്ടുള്ളൂ. അതുമാത്രമല്ല, നിന്നെപ്പോലൊരു അലവലാതിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കാനേ പോണില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ പോട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. നീ എന്നെ നോക്കണ്ട,
നീ എന്നെ നോക്കണോന്നും പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്നുമില്ല. പിന്നെ ഞാൻ നിന്നെ നോക്കണോ, നിന്നോട് ഫ്ലർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് കിസ് ചെയ്യണോ എന്നൊക്കെയുള്ള എൻ്റെ ആവശ്യമില്ലേ. അപ്പൊ പിന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ പിടിച്ച് ചെയ്യും. നീ ആരോടും ഈ പറഞ്ഞാലും. കാരണം അഭിറാമിന് ഈ ലോകത്ത് പേടിക്കാൻ ആരുമില്ല. സോ ഞാൻ അതൊക്കെ ചെയ്യും. നിനക്ക് എന്നെ തിരിച്ച് സ്നേഹിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നിന്റെ ചോയ്സ് ആണ്. വേണമെങ്കിൽ സ്നേഹിക്കാം, വേണമെങ്കിൽ സ്നേഹിക്കണ്ട, വേണമെങ്കിൽ നിനക്ക് എന്നെ അടിക്കാം, തെറി പറയാം, എന്തുവേണോ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ നിന്റെ അടുത്ത് മാത്രമേ ചെയ്യുള്ളൂ. ബിക്കോസ് നീ എൻ്റെ ഫസ്റ്റ് ലവ്. അതുകൊണ്ട് തന്നെ നിന്നെ കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, കളയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോ ശരി, നമുക്ക് കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, താനിവിടെ തന്നെ ഉണ്ടായിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏതായാലും തൻ്റെ അടുത്ത് പോലും അയൽവക്കത്ത് പോലും അടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് താൻ എൻ്റെ ടേസ്റ്റേ അല്ല കേട്ടോ. അല്ലെങ്കിലും ഒരു അസുരനും ദേവനും കൂടെ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. സോ ഗുഡ് ബൈ. ഈ കാര്യം പറഞ്ഞ് നീ എൻ്റെ പുറകെ വരരുത്. ഞാൻ ലൂക്കോട് പറഞ്ഞ് തന്നെ ഇടിപ്പിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കില്ലേ. അവന്റെ ഇടി കൊണ്ട് മൂലയിൽ കയറി കിടക്കാനൊന്നും എന്നെ കൊണ്ടുപോയ്യ. ഒന്നാമതാ ചെറുക്കന് കാണുന്ന സ്ഥലത്തൊക്കെ ഉരുട്ടി ഉരുട്ടി വെച്ചേക്കാം മനസ്സിൽ. പിന്നെ 10 ഇടി കിട്ടിയാലും അത് നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ കൊള്ളും. സോ നീ എൻ്റെ അകലാനായിട്ട് ശ്രമിച്ചോ, ഞാൻ നിന്നിലോട്ട് അടുക്കാനും ശ്രമിച്ചോളാം. ശരി എന്നാ, ബൈ. ഓ, ഇതിപ്പോ കേട്ടോണ്ടിരുന്ന എനിക്കാണ് വട്ടാതെ ഇവനാണ് വട്ട്. ഇവനിപ്പോ ഇതെന്തിന്റെ കേടായിരുന്നു? ഇവന് പ്രാന്താണ്. ഓ, മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. വേണ്ട പീറ്ററെ, വേണ്ട. ആ ഭാഗത്തോട്ടേ പോണ്ട. ഇവൻ അസുരന് കൈയും കാലും വെച്ച ജന്മമാണ്. അവനെ കണ്ടറിയാം. നമുക്ക് കണ്ടുപിടിക്കാനും നമുക്ക് സോൾവ് ചെയ്യാനും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ 100,000 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പുറകെ പോകുന്നതാണ് ഇപ്പം എന്തുകൊണ്ടും നല്ലത്. നീ പറഞ്ഞല്ല സത്യമാണോ? അവൻ നിന്നോട് അത്ര ക്ലോസ് ആയിട്ട് പെരുമാറിയാ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും പെരുമാറാൻ ചാൻസ് ഇല്ല. അവനെ നിന്നോട് തീരാത്ത വൈരാഗ്യ. അതവൻ്റെ സംസാരത്തിൽ തന്നെ ഉറപ്പാണ്. പിന്നെ അവൻ എങ്ങനെയാടാ നിൻ്റെ മേത്തേറി കിടക്കുന്ന, നിന്നെ സോഫയെ പിടിച്ച് തള്ളി വിടുന്ന, ഫ്ലേർട്ട് ചെയ്യുന്നേക്കെ? നീ പോടാ, നീ തള്ളല്ലേ? ആടാ തന്നെ. ഞാനിപ്പോൾ ഈ ടൈമിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തള്ളാൻ പോവാം. നിനക്ക് കാര്യം പറഞ്ഞപ്പം എടാ, ഞാൻ കാര്യമായിട്ടാടാ പറഞ്ഞേ. അവൻ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറി. പിന്നെ അവൻ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് വന്നല്ലോ. അയ്യടാ, എന്താ നല്ല കിണി. എടാ, വെറുതെ നീ എന്നെ കൊണ്ട് 2-3 വർഷത്തിന് മുമ്പേ ഉള്ള പുസ്തകം ഒന്നുകൂടെ തുറപ്പിക്കരുത്. മിണ്ടാതവിടെ നിന്നോ. എടാ, അവൻ മനഃപൂർവ്വം നിന്നെ കരുവാക്കണേണ്, അല്ലെങ്കിൽ നിന്നെ മനഃപൂർവ്വം ചൂഷണം ചെയ്യണേണ്. നിനക്ക് അവൻ അറിഞ്ഞൂടാ. അവൻ അൾട്രാ സൈക്കോ. നീ പഴയ കാശിയാൻ വേണ്ടി വരും മിക്കവാറും അവൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ. എടാ അബി, നിനക്ക് നന്നായിട്ടറിയാം എനിക്ക് അവനോടുള്ള ഫീലിങ്സ് എന്താണെന്ന്. ഞാനായിട്ടത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എന്താ അവൻ്റെ പുറകെ പോകാത്തതെന്ന് ഞാൻ പറയണ്ടല്ലോ. അവനൊരുത്തൻ കാരണമാണ് ഞാൻ എന്താ എന്നും എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വരെ ഞാൻ തിരിച്ചറിഞ്ഞത്. സോ അവനിനി എന്നോട് എന്ത് വണ്ണാങ്കട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അവനോട് എന്നും അന്ന് തോന്നിയ ആ ഒരു ഫീലിങ്സ് തന്നെ ആയിരിക്കും. അതിനി അവൻ എന്നോട് എത്ര വെറുപ്പ് കാണിച്ചാലും എന്നോട് എത്ര വഴക്കിട്ടാലും എനിക്ക് ആ ഫീലിങ്സ് മാറാൻ പോകുന്നില്ലടാ. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ പഴയ കാശിയാവേണ്ടി വരുമെന്ന് അവൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ. അവൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാനല്ലാതെ പിന്നെ ആരെ മുമ്പിലാടാ എനിക്ക് ഈ കാശിയുടെ രൂപമൊക്കെ മാറ്റാൻ പറ്റുന്നത്? അവന് വേണ്ടി ഞാൻ പഴയതോ പുതിയ വെർഷനോ എങ്ങനെ വേണോ ആവും. ബിക്കോസ് വേറൊരു ക്രഷെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഐ ലവ് ഹിം. എന്തിനേക്കോ കാലം ഏറെ, മറ്റെന്തിനേക്കോ കാലം ഒരുപാട്. എനിക്കറിയില്ല അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. അവനോട് അടി കൂടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും അവനോട് അടുത്താൽ മതി എന്നാ. അടിയില്ലെങ്കിൽ അടിയിൽ അവനോട് അത്രയും നേരം ഞാൻ സംസാരിക്കുന്നില്ലേ എന്നൊരു ഫീലുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഏതായാലും അവൻ്റെ കൂടെ അടി കൂടാനെങ്കിൽ അടി കൂടാൻ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് നിർത്താനും പോകുന്നില്ല. അവൻ്റെ കൂടെ പിടിച്ചിരിക്കാനെങ്കിൽ പിടിച്ചിരിക്കാൻ അത്രയും നേരം അവൻ്റെ അടുത്ത് നിൽക്കൂലേ. ഇനി ഫ്ലേട്ടിങ് ആവട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവൻ്റെ കൂടെ കാണുമല്ലോ. എനിക്കത് മതി. ഇനി നമ്മളായിട്ട് പ്രേമത്തിൽ കല്ലുവാരി ഇടാനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ പുറത്ത് അല്ലെങ്കിലും ഒരു ഒരു ചെറുക്കൻ ലൈഫിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും ചേഞ്ചൊക്കെ വരും. അത് ഇത്ര പെട്ടെന്ന് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എടാ പോട്ടാ, ഇനി ആരൊക്കെ എൻ്റെ ലൈഫിൽ വന്നാലും നിന്നോട് എനിക്കുള്ളൊരു സ്നേഹം വേറെയാടാ. നീ എനിക്ക് എൻ്റെ സോൾമേറ്റാടാ. അതിനെക്കാളും വലുതൊന്നും അല്ലടാ എനിക്ക് വേറെ ഒന്നും.
അതുകൊണ്ട് എൻ്റെ പൊന്നാരം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ എന്നെ ഓട്ടിക്കണ്ട, എനിക്കങ്ങോട്ട് പോകാൻ അറിയാം കേട്ടാ. എന്നെ ഓട്ടിച്ചിട്ടിട്ട് കാമുവിൻ്റെ കിനാവ് കാണാനായിട്ടായിരിക്കും അല്ലേ? നടക്കട്ടെ. ഓയ് അവനെ നിങ്ങൾ ഒന്ന് പോടാ. കിനാവ് കാണാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ എൻ്റെ അവൻ്റെ ഇടയിൽ നടന്നതൊക്കെ. ഹാ, ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ, അതൊന്നും ഓർമ്മിപ്പിക്കാതെ. ഓർക്കുമ്പോഴേ തലപ്രാന്തെടുക്കും. ഓ അതിൽ ചിലതൊക്കെ ഓർക്കാൻ പറ്റിയതൊക്കെ തന്നെ നല്ല ഓർമ്മകൾ. ശരി, ഗുഡ് നൈറ്റ്. ഓ ഗോഡ്, ഞാൻ ഇത് എന്തൊക്കെയായിരുന്നു ചിന്തിക്കുന്നത്. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ആ ഇൻസിഡൻറ്റിന് ശേഷം അവനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. വീണ്ടും അവൻ വന്നേക്കും എൻ്റെ സമാധാനം കിടത്താനായിട്ട്. ഈ അമ്മേനെ പറഞ്ഞാൽ അത് എല്ലാത്തിനും. അമ്മയ്ക്കിത് എന്തിൻ്റെ കേടായിരുന്നു. ഓഹ്, അവനെ കാണാൻ എനിക്ക് ഓരോന്ന് ഓർമ്മ വരിക. ദേഷ്യം വരുന്നു. എനിക്കെന്താ അവൻ എൻ്റെ മുമ്പിലുള്ളപ്പോൾ എനിക്കെന്താ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. എനിക്ക് ഇത്ര പ്രാവശ്യം ഞാൻ അത് എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ്. എന്നാലും അതിനുള്ള മറുപടി എൻ്റെ ഇല്ല. ഇപ്പോൾ എൻ്റെ തന്തയായിട്ട് എൻ്റെ മുമ്പ് വന്നിരിക്കുന്നു. ഇതിനും വലിയ അവസ്ഥ വേറെ ആർക്കും വരില്ല ദൈവമേ. ഇനി അവ ഏതൊക്കെ കോലത്തിൽ എൻ്റെ മുമ്പ് വന്നാലും അവനോട് എനിക്ക് അവൻ കാരണം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വരെ ഇപ്പം സംശയിച്ച് ജീവിക്കുന്നത്. എന്താണെന്ന് പോലും അറിയാൻ പറ്റാതെ. സോ അവൻ എൻ്റെ എനിമി തന്നെയാണ് എല്ലാം വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് അവനോട് യാതൊരു ദാക്ഷിണ്യം എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളിവിടെയൊക്കെ തിരക്കായിരുന്നു. പിന്നെ അഭിജിത്തിനെ തിരക്കി അഭിജിത്തിന്റെ റൂമിലോട്ട് പോയി. അപ്പം കണ്ടില്ല. പിന്നെ ഞാൻ ആദ്യം ഇവിടെ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും ഇവിടെ കണ്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ പോയത്. പിന്നെ വീണ്ടും ഒന്നുകൂടെ കയറി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അല്ല, നിങ്ങളെവിടെ പോയായിരുന്നു? ഞങ്ങളെ കാണാതായതിന് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി. അല്ലെങ്കിൽ ഈ വീട് വെച്ച ആൾ. ഈ വീട്ടിലെവിടെ ആഹാരം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തപ്പിത്തിരിഞ്ഞ് നടന്നു. ഇത്രയും ദിവസം ആ ലിവിങ് റൂമിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ട് തരുമായിരുന്നു. ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും കഴിച്ചിട്ടൊക്കെ പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കിച്ചൺ എവിടെയാണെന്ന് തപ്പി നടക്കായിരുന്നു ഞങ്ങൾ. തപ്പി അറ്റ് ലാസ്റ്റ് ഇതിൻ്റെ ടെറസ് വരെ പോയി. അല്ല, ടെറസ് അതുവരെ പോയി. എന്നിട്ട് പോലും ഞങ്ങൾക്ക് കിച്ചൺ കിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് അവിടെ നിന്ന് ഏതോ ഒരു ജോലിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാളാണ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചത്. അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കാണാത്ത. പിന്നെ ഇപ്പോൾ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ആണോ? എന്നാ രണ്ടുപേർക്കും മുന്നേ ഏതെങ്കിലും സ്റ്റാഫ്സിനോട് ചോദിച്ചാൽ പോരായിരുന്നു. ഇത്രയും കിടന്ന് ചുറ്റിക്കറങ്ങണ്ടായിരുന്നല്ലോ. ഏതായാലും ഫുഡ് കഴിച്ചല്ലോ അല്ലേ? ഫുഡ് കഴിച്ചു അങ്കിൾ. അല്ല അങ്കിളെന്താ രാവിലെ തന്നെ റൂമിലോട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇഷാൻറ്റി സേഫായിട്ട് എത്തിയായിരുന്നോ? പ്രശ്നമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇഷമോള് സേഫായിട്ട് എത്തി. വിളിച്ചായിരുന്നു. മക്കള് പോലും ചോദിക്കാത്ത കാര്യമാണ് മോനിപ്പോൾ ചോദിച്ചത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്നിവിടെ വെരിഫിക്കേഷനും ഇൻസ്പെക്ഷനൊക്കെ ആയിട്ട് ഒരു ഓഫീസർ വരുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇഷമോള് മോനോട് ആദ്യം പറയാൻ പറഞ്ഞത് കാര്യം വേറൊന്നുമല്ല. നമ്മള് ഇവിടെ വന്നത് മോനോട് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അഭിനയിക്കാനാണെന്ന്. അപ്പോൾ ഈ വരുന്ന അഡ്വക്കേറ്റ് അടുത്ത 3-4 മാസത്തേക്ക് ഈ വീട്ടിൽ തന്നെ കാണും. 3-4 മാസമല്ല, 3 മാസം. കാരണം ഇവിടുത്തെ പിള്ളേരുടെ അച്ഛൻ, അതായത് സ്റ്റീഫൻ, അപ്പീൽ കൊടുത്തേക്കാണ് ഇത് ഇഷ സ്വത്തുക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു ഫേക്ക് മാരേജ് ആണെന്ന്. അപ്പം അത് ചെക്ക് ചെയ്യാനാണ് ഈ വരുന്ന പുള്ളിക്കാരൻ വരുന്നത്. സോ അപ്പോൾ അയാൾ പോകുന്നവരെ മോൻ ഇവരുടെ അപ്പനായിട്ടൊന്ന് അഭിനയിക്കണം. ഏതായാലും 1 മാസത്തേക്ക് ഇഷ ഈ വഴിയെ വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇഷ എവിടെ പോയെന്ന് ചോദിച്ചാൽ മോൻ പറഞ്ഞാൽ മതി ബിസിനസ് ട്രിപ്പിന് പോയതാ. അപ്പം അയാൾ ചോദിക്കുന്ന ചോദ്യം മോൻ എന്താ പോകാത്തതെന്നായിരിക്കും. കൂടെ പറഞ്ഞാൽ മതി ഇതൊക്കെ ഞാനൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് പറയാനാ രാവിലെ ഇഷമോള് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴേ പോയി അവനോട് പറയണം. മോനോട് ആദ്യം പറയാൻ പറഞ്ഞു, അതിന് ശേഷം മക്കളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മോനെ ഞാൻ പറഞ്ഞേക്കെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായങ്ങളെ. അപ്പം അങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ വന്ന പണി തുടങ്ങാൻ സമയമായിരുന്നല്ലേ? അതിന് കരുതിക്കൂട്ടിയല്ലേ ഞാൻ വന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങൾ ധൈര്യമായിട്ട് പോകും. ഞാൻ എന്താണോ ഏറ്റിട്ട് ഇങ്ങോട്ട് വന്നത് ആ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ആൻറ്റിയുടെ, അതായത് ഇഷാൻറ്റിയുടെ മക്കൾ, അവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എൻ്റെ അങ്ങോട്ടുള്ള പ്രതികരണം. അത് മാത്രം ഞങ്ങൾ അറിഞ്ഞാൽ മതി. അതെ, ഞങ്ങളോട് എന്തെങ്കിലും വന്നാലേ ഞങ്ങൾ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ അവൻ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യേണ്ടത് അതവൻ കറക്റ്റാണ് ചെയ്യും. അവൻ ശമ്പളം വാങ്ങുന്ന ജോലി അവൻ കറക്റ്റാണ് ചെയ്തിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി.
പക്ഷെ അതിലിടങ്കോളിടാനായിട്ട് ലൂക്കയോ അല്ലെങ്കിൽ പിന്നെ ബാക്കി മക്കളുണ്ടല്ലോ അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അതെനിക്ക് മനസ്സിലാവും മോനെ. പ്രത്യേകിച്ച് ലൂക്കയുടെ സ്വഭാവം കൂടെ ആകുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോനെ അഭിനയിക്കുന്നേക്കാൾ കൂടുതൽ മോനൊരപ്പനായ എങ്ങനെ ആയിരിക്കും അതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി. എന്തായാലും ഇവിടെ മോനെ ആ അഡ്വക്കേറ്റ് ഉള്ളിടത്തോളം കാലം ചോദിക്കാനോ പറയാനോ ഒറ്റ എണ്ണ അനങ്ങത്തില്ല. കാരണം ആ അപ്പന്റെ മക്കളായത് സ്വത്തിനൊക്കെ കുറച്ച് ആക്രാന്തം കാണും. ലൂക്ക കൂടെ പഠിച്ചാണെങ്കിൽ മോനെ അറിയാമല്ലോ. അയ്യോ അത് അങ്കിള് പറയണ്ട. പണത്തിന്റെ ഗൂഫിന്റെ കാര്യം ലൂക്കയ്ക്ക് ഒട്ടുമില്ല. ഞങ്ങൾക്കത് പണ്ടേ അറിയാന്നുള്ളതാ. എന്തൊരു അഹങ്കാരം എന്നറിയാവോ ഈ പണം വച്ച് കാണിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. അതുകൊണ്ടാ പറഞ്ഞത്. സിറ്റുവേഷൻ മോശം എന്നറിയുമ്പോൾ അവർക്കും ഈ നാടകത്തിന് നിന്ന് തന്നേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവും. അതോടെ അവര് നിൽക്കും. ആ സമയം മോൻ ഇവിടെ കിടന്ന് അറുമാദിക്കും. പിന്നെ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നൊന്ന് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊന്നും അവന്മാരറിയണ്ട. പിന്നെ എനിക്കൂടെ ഒരു കത്തി വയ്ക്കും. അതുകൊണ്ടാണ്. ഏതായാലും നിങ്ങൾ വരാൻ നോക്ക്. നിങ്ങളെയും കൂടെ നിർത്തി വേണം അവന്മാരോട് സംസാരിക്കാം. വാ. എന്താ അങ്കിൾ അമ്മയില്ലാത്ത ടൈമിൽ ഇങ്ങനൊരു മീറ്റിംഗ്? അതും എല്ലാവരും ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അല്ലേ ഫാമിലി മൊത്തത്തിൽ പ്രോബ്ലം ആണല്ലോ. ഏതായാലും എല്ലാരും വന്ന സ്ഥിതിക്ക് ഞാൻ കാര്യം പറയാം. നിങ്ങളുടെ അമ്മ കഴിച്ചത് ഫേക്ക് മാരേജ് ആണെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ അപ്പൻ കോടതി കൊണ്ട് അപ്പീൽ കൊടുത്തേക്കാം. അപ്പൊ അതിൻ്റെ ക്ലാരിഫിക്കേഷനും വെരിഫിക്കേഷനും അങ്ങനെ കുറെ മാങ്ങാത്തൊലിയെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർട്ടിൽ നിന്ന് ഒരു അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന്. ആ വരാൻ പോകുന്ന അഡ്വക്കേറ്റ് ഇവിടെ ഒരു 3 months അടുപ്പിച്ച് കാണും. കാരണം 3 monthsന് ശേഷമാണ് ഒരാൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്നത്. അതിന് ആ 3 month കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനെ അപ്പീൽ ചെയ്തേക്കുന്ന ടൈം വരെ ഇവിടെ ഇതൊരു ഫേക്ക് ആണോ അല്ലേ എന്നുള്ള ഒരു ഡൗട്ടും നമ്മൾ വരുത്താൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് അയാൾ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അങ്ങോട്ട് എങ്ങനെയാ നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച്. മനസ്സിലായി. അപ്പനും ഞങ്ങൾ മക്കളുമായിട്ട് അഭിനയിക്കണമായിരിക്കും. എന്റെ പൊന്നങ്ങളെ, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാ. ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം. രാവിലെ കണ്ണ് തുറക്കുമ്പോഴേ ഈ വീട്ടിൽ അടിയാ. ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ഡ്രാമ ഇതൊന്നും നടക്കത്തില്ല അങ്ങളെ. സെറ്റ് ആവത്തില്ലെന്നോ? അല്ലെങ്കിൽ തന്നെ ആര് സെറ്റ് ആവാൻ പോന്ന്? അവനെ അപ്പാന്ന് പോയിട്ട് ഒരു തേങ്ങയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവന്റെ പേര് തന്നെ വിളിക്കാൻ അറപ്പ. അപ്പോഴാ അപ്പാന്ന് വിളിക്കാനായിട്ട്. ദേ അങ്ങളെ, ആവശ്യമില്ലാത്ത ഓരോ വയ്യാവലിയായിട്ട് വീണ്ടും കൂടി കയറി വരണം. ഞാൻ അങ്കിളിനോട് മുന്നേ പറഞ്ഞതാ ഇങ്ങനെയുള്ള ഓരോ മോങ്ങത്തോലി സാധനങ്ങളായിട്ട് പിന്നെ വരരുതെന്ന്. അല്ലെങ്കിൽ അവനെ കാണുമ്പോഴേ ദേഷ്യം വരിക. പിന്നെയാണ് ഇനി അവനെ അപ്പാന്ന് വിളിക്കാൻ പോന്നെ. ഒരുതും വന്ന് എന്താണെന്ന് ചാട്ടിയിട്ട് പോട്ടെ. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റത്തില്ല. അയ്യേ, പറയുന്ന കേട്ടാത്തത് നീ അവനെ അപ്പാന്ന് വിളിക്കുന്ന കേട്ടിട്ടാണോ അവന് കണ്ണടയ്ക്കാനെന്ന്? ഒന്ന് പോടാർക്കാ. വേണമെങ്കിൽ വിളിച്ചാൽ മതി നീയൊക്കെ. അല്ല ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. താറാവേ, നിന്റെ അടുത്തൊന്നും ചോദിച്ചില്ല. താറാവിന്റെ കൂട്ടിക്കിടന്നാ മതി. ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട കേട്ടല്ല. മിണ്ടാതെ അവിടെ നിന്നോ. അയ്യോ, ഞാനും ഇതിയാനോടൊന്നും പറഞ്ഞില്ല. കാട്ടുപൂച്ചയുടെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞ കാര്യം അത്രേ ഉള്ളൂ. അബി മിണ്ടാതിരിടാ. അവർ പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ സെൻസിലെടുക്കാൻ പഠിക്കും. നീ മിണ്ടാതിരിക്കുക. ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാം. എല്ലാവരോടും എന്നെ നിങ്ങൾ അച്ഛാന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ പപ്പാന്ന് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഡാഡിന്ന് വിളിക്കണമെന്നോ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല. സോ എന്നെ ഇവിടെ എന്തിനാണോ വിളിച്ചത് അത് ആക്ട് ചെയ്യാനാണ്. അതായത് നിങ്ങളുടെയൊക്കെ തന്തയായിട്ട് ആക്ട് ചെയ്യാൻ. അത് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യും. അതിന് ആരൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും വേണമെന്ന് പറഞ്ഞാലും. കാരണം എനിക്ക് ചിക്കിൽ കിട്ടുന്ന കാര്യമാണ്. സോ ഞാനത് ക്ലിയർ ആയിട്ട് ചെയ്യും. നിങ്ങളിനി എന്നെ പപ്പാന്ന് വിളിച്ചാലും അച്ഛാന്ന് വിളിച്ചാലും ഇനി എന്തെന്ന് വിളിച്ചാലും ശരി, ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ കറക്റ്റാണ് ചെയ്യും. അതിനുള്ള പൈസയും വാങ്ങും. പിന്നെ നിങ്ങളുടെ സ്വത്താണ് ഇതൊക്കെ. ഇത് പോണോ വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്താൽ എനിക്ക് ശമ്പളം തരാമെന്നാണ് ഇഷാമ്മ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ അത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ. അബി വാടാ. കണ്ട അവൻ്റെ അഹങ്കാരം കണ്ട. ഈ അഹങ്കാരത്തിൽ അവനെ അച്ഛന്നല്ല അപ്പൂപ്പാന്ന് പോലും വിളിക്കാൻ തോന്നത്തില്ല. പന്നി. മനുഷ്യനെ പ്രാന്തടിപ്പിക്കാനായിട്ട് ഓരോ സാധനം വയ്യാവേരികൾ ഇതൊക്കെ എവിടെ നിന്ന് വന്ന് കയറുന്നാന്തോ. ഐ എം സോറി, നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ കയറി ഇടപെടണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടല്ല. എന്നാലും എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം പറയാം. അങ്ങനെ കോർട്ടിൽ നിന്ന് ഒരാൾ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് പോകും. കാരണം ഇത് ഫേക്ക് മാരേജാന്നുള്ള കാര്യം നമ്മൾ ഈ വീട്ടിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. സോ നമ്മൾ അത്രത്തോളം കെയർ ചെയ്ത്
അവർ പറഞ്ഞതുപോലെ നിന്ന് പോകുന്നതല്ലേ നല്ലത്. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളൊക്കെ ബിഗ് സീറോ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇനി ഇതിന് എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. എനിക്ക് പറയണം തോന്നി പറഞ്ഞു. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ കളയാം. ഓക്കെ? വേണ്ട റാം, എവരോടൊന്നും പറയണ്ട. ബിക്കോസ് ആ അമ്മയുടെ വിഷമം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഈ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടില്ല. വരാൻ നോക്ക്. എന്താ വേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കണ്ട, അല്ല പുറത്തുനിന്ന് ഒരാളല്ല. എനിക്കിപ്പോൾ അവനെ ഡാഡിന്ന് കയറി വിളിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹീസ് മൈ അങ്കിൾ. നിങ്ങളാ തീരുമാനിക്കണ്ട, നിങ്ങൾ 4 പേരും എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചെടുക്കാൻ നോക്ക്. ഓക്കെ, ഞാൻ പോവാം. എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാൻ? അവനായിട്ട് എന്നെ പറയും, അവനെ ഇങ്ങനെയൊന്നും വിളിക്കരുതെന്ന്. സിറ്റുവേഷൻ ഇതായിപ്പോയി. ഇല്ലെങ്കിൽ പൊന്നിയുടെ മോനെ വീട്ടിൽ നിന്ന് പട്ടി ഇറക്കി വിടും പോലെ ഇറക്കി വിട്ടാനെ. അവസരം വരും ലൂക്കയ്ക്ക്. അന്ന് ഈ കാശിനാഥ അനുഭവിച്ചിരിക്കും എല്ലാത്തിനും. അഗസ്റ്റിൻ സാർ, എല്ലാവരോടും എല്ലാ കാര്യവും പറഞ്ഞല്ലേ? എല്ലാം ഓക്കെ അല്ലേ? അല്ല, ആ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. ഫുൾ പാക്കാക്കി വന്നിരിക്കുന്നത്, എല്ലാം സെറ്റാക്കി. ഞാൻ വിളിക്കട്ടെ അയാളെ? ആ വിളിക്ക്. പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി അവന്മാരെന്താ കാണിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വരുന്ന വഴിക്ക് വെച്ച് കാണാം. ഇയാൾ വിളിച്ചോണ്ട് വാ. ആ സാർ, ഞാൻ വിളിച്ചു. ആ സാർ, ഹീസ് ഹിയർ, വന്നിട്ടുണ്ട്. സാർ, ഇത് അഗസ്റ്റിൻ സാർ, ഇവിടുത്തെ ഓളിഞ്ഞോളാണ്. മാമിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും എല്ലാം സാറിനോട് പറയാതൊന്നും ചെയ്യാറില്ല. സാർ, ഇതാണ് അഡ്വക്കേറ്റ് ഇമാനുവൽ തോമസ്. ഹോ, ഐ സി. ഹായ് അഗസ്റ്റിൻ സാർ, ഐ ആം ഇമാനുവൽ തോമസ്, അഡ്വക്കേറ്റ് ഇമാനുവൽ തോമസ്. ഞാനാണ് ഇവിടുത്തെ ചെക്കിങ് കാര്യങ്ങൾക്കൊക്കെ വന്നേക്കുന്നത്. സോ ഒരു 3 months ഞാൻ ഇവിടെ കാണും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? നോ സാർ, എന്തിനാണ്? നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്രയല്ലോ. പ്ലീസ് ടേക്ക് യു സീറ്റ് സാർ. ഞാൻ എന്തായാലും മോനെ വിളിക്കാം. ഫ്രാൻസിസ്, കാശിനാഥിനെയും മക്കളെയൊക്കെ വിളിക്കാം. നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണ്ടേ എല്ലാവരെയും? ഓക്കെ സാർ.